എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ധനസഹായമായിട്ട് കൈമാറുന്ന പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ആനുകൂല്യത്തിൽ 3 മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട്. 4800 രൂപ ഈ കുടിശ്ശിക ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഈ സഹായം കാത്തിരുന്ന എല്ലാവർക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്. ഈ വിതരണം 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിലവിൽ പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് തന്നെ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ളത് മുഴുവനായിട്ട് തന്നെ നൽകി തീർക്കും എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 62 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ഈ സഹായം നിലവിൽ ലഭിക്കുന്നതാണ്. കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യം ഇത്രയും പേർക്ക് തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അർഹമായിട്ടുള്ള ആനുകൂല്യ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത് സർക്കാരിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ ഒരുമിച്ച് ലഭിക്കുന്ന രീതിയല്ല സർക്കാർ ആലോചിക്കുന്നത്. ഓരോ മാസങ്ങളിൽ ഒന്നിലധികം ഗഡുകൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് നിലവിലിപ്പോൾ കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിശേഷ ദിവസങ്ങളോട് അനുബന്ധിച്ച് ഓരോ മാസത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുടിശ്ശികയിൽ ഓരോ ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്യുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണം വരുത്താൻ പോകുന്നത്. രണ്ടാമത്തെ മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ പുതിയ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിലുറപ്പ് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. വിവിധ മേഖലകളിൽ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 369 എന്ന പ്രതിദിന നിരക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വർധനവ്. ഇനി അത് മാത്രമല്ല, നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം അത് 400 രൂപയാക്കണമെന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലഭിക്കുന്ന തുക വിവിധ സംസ്ഥാനങ്ങൾക്ക് അപര്യാപ്തമാണെന്നും അതുമാത്രമല്ല ഒരുപാട് ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് മാറുകയാണെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് എല്ലാവർക്കും പ്രതിദിന വേതനം 400 രൂപയാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതുമാത്രമല്ല 100 പ്രവൃത്തി ദിനങ്ങൾ പോരാ എന്നും അത് 150 പ്രവൃത്തി ദിനങ്ങൾ വരെ ആക്കണമെന്നുള്ള ശുപാർശയും ഈ സമയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് വീണ്ടും ഒരു തുക വർധന ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വർധനവ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം 369 എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും നമുക്ക് പ്രതിദിന വേതനം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ മറ്റൊരു അറിയിപ്പ്, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഏപ്രിൽ മാസം മുതൽ അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ല എങ്കിൽ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും മെയ് മാസം മുതൽ ATM ചാർജുകളിലും മാറ്റം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇനി അതുമാത്രമല്ല വരുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 436 രൂപയോളം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നവർക്ക് പിൻവലിക്കപ്പെടുന്ന ഒരു മാസം കൂടെയാണ് മെയ് മാസം. ഏപ്രിൽ മാസം ഇതിൻ്റെ അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ്. നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആയിട്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുള്ളത്. നിലവിൽ നമ്മുടെ ബാങ്ക് അധികാരികൾ തന്നെ ഈ സ്കീമിലേക്ക് ചേർത്തിട്ടുണ്ടായിരിക്കും. ഉദ്യോഗസ്ഥർ തന്നെ ഈ സ്കീമിലേക്ക് നമ്മളെ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ നൽകി ചേർത്തിട്ടുണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ വർഷവും കൃത്യമായിട്ടും നമ്മുടെ അക്കൗണ്ടിലെ പണം ഡെബിറ്റായി പോകുന്നതാണ്. ഈ വർഷം ഇതിൻ്റെ വിഹിതം അടയ്ക്കുന്നതിനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ അറിയിപ്പുകൾ വരുന്നതാണ്. അതിനുശേഷമായിരിക്കും മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ടിൽ നിന്ന് 436 രൂപയോളം ഡെബിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.